നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. നമ്മൾ ഇന്നിവിടെ മണ്ടൂകാസന അല്ലെങ്കിൽ ഫ്രോഗ് പോസാണ് പരിചയപ്പെടാൻ പോകുന്നത്. വയറ് സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രാക്ടീസാണ് മണ്ടൂകാസന. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയയെ നല്ല രീതിയിൽ നടത്താനായിട്ട് വളരെ സഹായകരമായിട്ട് വരുന്ന ഒരു പ്രാക്ടീസാണ് ഇത്. ഡയബറ്റിസ് ഉള്ളവർക്ക് ഔഷധ തുല്യമായ ഒരു പ്രാക്ടീസ് എന്ന് തന്നെ നമ്മൾക്ക് മണ്ടൂകാസനയെ പറയാനായിട്ട് സാധിക്കും. നമ്മൾക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മണ്ടൂകാസന ചെയ്യുന്നതിനായിട്ട് ആദ്യം ദണ്ഡാസന സ്ഥിതിയിൽ നടുവ് നിവർത്തി കൈകൾ വശങ്ങളിൽ കൈപ്പത്തി താഴോട്ടായിട്ട് കൈയിൻ്റെ വിരൽ മുൻപിലോട്ട് പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ നടുവ് നിവർത്തി നേരെ ഇരുന്നു. ഈ ഒരു സ്ഥിതിയിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് സിറ്റിംഗ് പോസ്റ്റേഴ്സ്. അതിനുശേഷം വജ്രാസനയിലേക്കാണ് നമുക്ക് വരാനായിട്ടുള്ളത്. അതിനായി വലത് കാല് മുട്ടുമടക്കി വലത് കാലിൻ്റെ ഉപ്പൂറ്റിയുടെ മുകളിൽ വലത് ബട്ടക്സ് കയറ്റി വെക്കുക. അതേപോലെ ഇടത് കാല് മുട്ടുമടക്കി ഇടത് കാലിൻ്റെ ഉപ്പൂറ്റിയുടെ മുകളിൽ ഇടത് ബട്ടക്സ് വരുന്ന രീതിയിൽ സിറ്റിംഗ് പൊസിഷനിലേക്ക് വന്നു. ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ പരിശ്രമിച്ച് നോക്കുക, ചെയ്ത് നോക്കുക. കംഫർട്ടബിൾ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ ഉപ്പൂറ്റിയുടെ മുകളിൽ ബട്ടക്സ് വരുന്ന രീതിയിൽ നടുവ് നിവർത്തി നേരെ ഇരിക്കുന്ന സ്ഥിതിയെയാണ് വജ്രാസന എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സ്ഥിതിയിൽ നീ പെയിനോ അല്ലെങ്കിൽ ആംഗിൾ എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ ഉള്ളവർക്കോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ ആ ഒരു സ്റ്റിഫായിട്ടുള്ളവർക്ക് ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആദ്യം തന്നെ കാൽമുട്ടിന് താഴെ ഒരു സപ്പോർട്ട്, ഒരു കുഷ്യൻ, ഒരു സപ്പോർട്ട് കൊടുക്കുക. ഒരു തുണി മടക്കിയോ മറ്റെന്തെങ്കിലും രീതിയിൽ സപ്പോർട്ട് കൊടുത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളൊരു പില്ലോയോ ഒരു കുഷ്യനോ ഒരു എന്തെങ്കിലും യൂസ് ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചുകൊണ്ട്, അതായത് ഞാനിവിടെ സിമ്പിളായിട്ട് കാണിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഒന്നുകൂടി നീക്കി വരുന്ന പ്രഷർ ഒന്ന് കുറയുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കിതില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പലകയോ അല്ലെങ്കിൽ ഒരു യോഗ ബ്ലോക്കോ കാലുകൾ തമ്മിൽ അല്പം അകത്തിയിട്ട് അതിന് മുകളിലായിട്ട് വെച്ചുകൊണ്ട് ഈ ഒരു സ്ഥിതിയിലിരിക്കാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് ശ്രമിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയർന്നിരിക്കേണ്ടി വരും. ഇത്ര രീതിയിൽ ഉയർന്നായിരിക്കും ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള വേരിയേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. കംഫർട്ടബിൾ ആണെങ്കിൽ ആ ഒരു സ്ഥിതിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പില്ലോ, ഈ കാലിൻ്റെ മുട്ടിന് ഇടയിലായിട്ട് വരുന്ന സ്ഥിതിയിൽ ഒരു പില്ലോ പ്ലേസ് ചെയ്തുകൊണ്ട്, പില്ലോയോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് മടക്കിയിട്ടോ ഈ ഒരു സ്ഥിതിയിൽ വെച്ചുകൊണ്ടും വജ്രാസന സ്ഥിതിയിലോട്ട് വരാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. ഇനി തീരെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചമ്രം പടിഞ്ഞിരുന്നുകൊണ്ട് ചെയ്യാം. അപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസോ അല്ലെങ്കിൽ ആംഗിളിന് സ്റ്റിഫ്നെസ്സോ നീ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറിയോ ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പോസിലേക്ക് വരാൻ ബിഗിനിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അല്ലാതെ സ്ട്രെയിൻ ചെയ്തിട്ട് നിങ്ങൾ വരാതിരിക്കുക. ഈ പറഞ്ഞ വേരിയേഷൻസ് ഒക്കെ യൂസ് ചെയ്യുക. ഓക്കെ, കാൽമുട്ടിന് താഴെ നമ്മളൊരു സപ്പോർട്ട് കൊടുത്തു ഒരു കുഷ്യൻ എന്തെങ്കിലും വെക്കാം, അല്ലെങ്കിൽ ഒരു തുണി മടക്കി വെച്ച് നോക്കുക. അതേപോലെ തന്നെ കാലിൻ്റെ ആംഗിൾസിന് താഴെയായിട്ട് ഒരു സ്ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ, ആംഗിൾ അത്ര സ്ട്രെങ്തൻ അല്ല നിങ്ങളുടെ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ സ്റ്റിഫ്നെസ് ഉണ്ട്, മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് വേദന ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റ് വേരിയേഷൻസ് ഇവിടെ കുറച്ച് തുണി വെച്ച് നോക്കാം. ചിലപ്പോൾ 2 or 3 പില്ലോ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും. എവിടേക്ക്? ഇവിടെ ഒരു പില്ലോ വെക്കേണ്ടി വരും. ഈ കാലിൻ്റെ ആംഗിളിന് താഴെയായിട്ടൊരു പില്ലോ, അതുപോലെ ഈ ബട്ടക്സ് വരുന്ന പാർട്ടിലായിട്ടും പില്ലോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ വേരിയേഷൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. കംഫർട്ടബിളായിട്ട് അതിലിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുക. തീരെ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചമ്രം പടിഞ്ഞിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഒത്തിരി പേര് നമ്മുടെ ബിഗിനേഴ്സ് യോഗയിൽ പറയുന്നതാണ് വജ്രാസനയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ ചിലപ്പോൾ നീ പെയിൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എന്നാലും നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ബിഗിനിങ്ങിൽ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ശേഷം നമ്മൾ ശശാങ്കാസന പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓൾറെഡി നമ്മൾ ആസനാസിലെല്ലാം ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ശശാങ്കാസന? ഏതർ കൈകൾ പുറകിൽ പിടിച്ചുകൊണ്ട് മുൻപിലേക്ക് ബെൻഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ കൈകൾ മുൻപിലേക്ക് നീട്ടിയിട്ടുകൊണ്ട് മുന്നിലേക്ക് കുനിയുന്നതാണ് ശശാങ്കാസന. ഇവിടെ നമ്മൾ ശശാങ്കാസനയുടെ രീതിയിലുള്ള ഫോർവേഡ് ബെൻഡിങ് ആണ് ചെയ്യുന്നത്. പക്ഷേ കൈയുടെ പൊസിഷനാണ് ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. മണ്ടൂകാസന ചെയ്യുമ്പോൾ കൈകൾ രണ്ടും മുഷ്ടി ചുരുട്ടി പിടിക്കുക. ഞാൻ നേരെ ഇരുന്നു കൊണ്ട് കാണിച്ചു തരാം. കൈകൾ രണ്ടും മുഷ്ടി ചുരുട്ടി പിടിച്ചു. തമ്പ് അകത്തോട്ട് വെച്ചുകൊണ്ട്, നമ്മുടെ പെരുവിരൽ അകത്തോട്ട് വെച്ചുകൊണ്ട് ഒരു ഫിസ്റ്റ് ആക്കുക. ദെൻ നമ്മുടെ പൊക്കിളിന് ഇരുവശത്തായിട്ട് അത് പ്ലേസ് ചെയ്യുക.
കറക്റ്റ് പൊസിഷൻ വരുന്നത് നമ്മുടെ മിഡിൽ ഫിംഗർ, നമ്മളുടെ നടുവിരൽ മടങ്ങിയിരിക്കുന്ന ഭാഗം ആണ് നാഭിയുടെ ഇരുവശത്തും അല്ലെങ്കിൽ നമ്മളുടെ നേവലിന് 2 വശത്തുമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ കൈകൾ അവിടെ പ്ലേസ് ചെയ്യുക. ദെൻ ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് മുൻപിലേക്ക് ബെൻഡ് ചെയ്ത് വരിക. തല താഴെ ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്യാം. അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ വരെയാണോ പറ്റുന്നത് ആ രീതിയിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. നോർമൽ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ, സാധാരണ ശ്വാസഗതിയിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ പതിയെ ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരാം. ഓക്കെ, ഈ രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ശശാങ്കാസന ചെയ്തിട്ടുള്ളവർക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മൾ പറയുന്നത്, അതായത് മുൻപിലോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം ഹിപ്പ് ഉയർന്നു പോവാതെ തന്നെയാണ് മുന്നിലോട്ട് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കൈകൾ വീണ്ടും മുഷ്ടി ചുരുട്ടി നാഭിക്ക് ഇരുവശങ്ങളിലായിട്ട് വെച്ചു. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്തു. ശ്വാസം എടുത്തു. ശ്വാസം വിട്ടുകൊണ്ട് മുൻപിലേക്ക്. ചിലപ്പോൾ ബിഗിനിങ്ങിൽ ഇത്ര മാത്രം ബെൻഡ് ചെയ്യാനായിട്ടായിരിക്കും നിങ്ങൾക്ക് സാധിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ബെൻഡ് ചെയ്ത് മുൻപിലോട്ട് കുനിഞ്ഞവിടെ നിൽക്കുക. പതിയെ ഗ്രാജ്വലി മുന്നിലോട്ട് നിങ്ങൾക്ക് ബെൻഡ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. ഹിപ്പ് ഉയർന്നു പോവാതെ, അതായത് ഇങ്ങനെ ഉയർത്തി കൊടുത്തിട്ടല്ല നമ്മൾ മുന്നിലോട്ട് ബെൻഡ് ചെയ്യുന്നത്. ഉപ്പൂറ്റിയുടെ മുകളിൽ തന്നെ ബട്ടക്സ് വരുന്ന രീതിയിൽ വെച്ചുകൊണ്ട് മുൻപിലേക്ക് ബെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീരെ നിങ്ങൾക്കത് ഓക്കെ അല്ലെങ്കിൽ മുന്നിലായിട്ടൊരു പില്ലോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് തല അതിന് മുകളിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. ഇത്ര ഉയരം പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് അവിടെ വെച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇത്രയും ഉയരത്തിൽ നിങ്ങൾക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ടും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇത്രയാണ് സപ്പോർട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ. ഇവിടെ ഞാൻ ബ്ലോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്ലോക്ക് ഇല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പതിയെ ഉയർന്നു വരിക. ഓക്കെ, ഇനി ഈ ഒരു പ്രാക്ടീസ് ഈ ഒരു രീതിയിൽ, അതായത് സെൻറ്ററിൽ നിന്ന് ശ്വാസം എടുത്തു, അതായത് ഈ ഒരു സ്ഥിതിയിൽ നിന്ന് ശ്വാസം എടുത്തു, പതിയെ ഒന്ന് തല ഉയർത്തണമെങ്കിൽ ഉയർത്താം, അല്ലെങ്കിൽ ഉയർത്തണം എന്നില്ല. സെൻറ്ററിൽ നിന്ന് ശ്വാസം എടുത്തിട്ട് മുൻപിലേക്ക് കുനിഞ്ഞു വരിക. ശ്വാസം വിട്ടുകൊണ്ട് അവിടെ നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു വരിക. കൈകൾ റിലീസ് ചെയ്യുക, കാലുകൾ റിലീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു കാര്യം ഇതിൽ പറയാനായിട്ടുള്ളത്, ബിഗിനിങ്ങിൽ തുടക്കത്തിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓൾറെഡി വീക്കായിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമോ മറ്റു രീതിയിലുള്ള ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് ആദ്യം തന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്കും അത്ര കംഫർട്ടബിൾ ആയിട്ട് ആ ഒരു പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണമെന്നില്ല. ആ ഒരു പ്രഷർ നമ്മൾ കൊടുക്കുന്നുണ്ട് വയറിൽ, ആ രീതിയിൽ അങ്ങനെ നിൽക്കാനായിട്ട് സാധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് റിപ്പീറ്റായിട്ട് ചെയ്യുക. എങ്ങനെയാണ്? കൈകൾ വെച്ചു, ശ്വാസം എടുത്ത് തല ഉയർത്തുകയോ അല്ലെങ്കിൽ നേരെ നിൽക്കുകയോ ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് മുൻപിലേക്ക് ഇൻഹേൽ അപ്പ്, ശ്വാസം എടുത്ത് മുകളിലേക്ക്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഈ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് റിപ്പീറ്റായിട്ട് നിങ്ങൾ ബ്രീത്തിങ് പ്രാക്ടീസ് പോലെ റിപ്പീറ്റ് ചെയ്യുക. വൺസ് അതൊന്ന് നമ്മളുടെ ശരീരം അതായിട്ടൊന്ന് ഇണങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഗ്രാജുവലി സ്ട്രെങ്തൻ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു 3-4 തവണ റിപ്പീറ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് അത് 5 തവണ 6 തവണ അങ്ങനെ ഒരു 10 റൗണ്ട് റിപ്പീറ്റ് ചെയ്യുക. ആ ഒരു പ്രാക്ടീസ് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുക. വൺസ് അത് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഫൈനൽ പൊസിഷനിൽ നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ. ഫൈനൽ പൊസിഷൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു മുൻപിലോട്ട് കുനിഞ്ഞിട്ട് നോർമൽ ബ്രീത്തിങ്ങിൽ നിൽക്കുന്ന സ്ഥിതിയാണ് ഫൈനൽ പൊസിഷനിൽ ഉദ്ദേശിച്ചത്. അവിടെ നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക. എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. ഇത് മാത്രം ചെയ്യാതെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണ രീതികളാണ് നിങ്ങൾ കഴിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തേണ്ടതും വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു ആസനം മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ നിർത്താതിരിക്കുക. പിന്നെ എന്ത് വേണം? നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ യോഗ പ്രാക്ടീസ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ല ചെയ്യുക. നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഇൻക്ലൂഡ് ചെയ്യുക.
സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് യോഗാസനങ്ങളും പ്രാണായാമം മസ്റ്റായിട്ട് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഡയബറ്റീസിനെ നല്ലൊരു രീതിയിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻ വരുത്തേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ സ്ട്രെസ് റിലീഫ്, സ്ട്രെസ് ഉള്ളവർക്ക് ഈ ഒരു ഇഷ്യൂസ്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആണെങ്കിലും ഡൈജസ്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം ആണെങ്കിലും സ്ട്രെസ് ഉള്ളവർക്ക് അത് വളരെയധികം കൂടുതലായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാകും. നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ ടെൻഷനോ വരുന്ന സമയത്ത് ആ ബുദ്ധിമുട്ടുകൾ ഒന്നുകൂടി കൂടുന്നതായിട്ട് അല്ലെങ്കിൽ വേഴ്സൺ ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഒരു റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അനുലോമ വിലോമ, ഭ്രാമരി, കപാലഭാതി പോലുള്ള പ്രാണായാമങ്ങൾ നിങ്ങൾ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുക. അതെല്ലാം നമ്മൾ വീഡിയോസായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതും കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഈ ഒരു മണ്ഡൂകാസന പ്രാക്ടീസ് നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ ചെയ്യാവുന്നതാണ്, അതുപോലെ വൈകിട്ട് ചെയ്യാവുന്നതാണ്. ഭക്ഷണത്തിന് ശേഷമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ, 2 മുതൽ 3 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം ചെയ്യുക. എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടുതലായിട്ടും. ഇതെല്ലാമാണ് ഇന്ന് ഈ ഒരു ആസനയെ പറ്റി പറയാനായിട്ടുള്ളത്. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഓൺലൈൻ യോഗ സെഷൻസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിലൂടെ, വാട്സപ്പ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമസ്തേ.